നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ വെറുതെ വിടാൻ പറണ്ടോ അച്ഛാ? ശരിയാണ്. അവൻ കാരണം എന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. പക്ഷേ പോലീസുകാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത്ര വൈകിപ്പോയത് എന്താണെന്നാണ്. എന്നാ പിന്നെ ഇറങ്ങിയാലോ? മക്കളെ, എന്നാലും വീണ അവള് നമ്മൾ ഉപേക്ഷിച്ച് പോയതല്ലേ അമ്മാവ. ഇനി എന്നും എല്ലായ്പ്പോഴും ഇതിനകത്ത് തന്നെ ആയിരിക്കണമെന്ന് കരുതിയിരുന്നതാ. പക്ഷെ എന്റെ നാട് എന്നെ വെറുത്തു പോയില്ലേ. അപ്പൊ ഇനി നമ്മൾ ഒരിക്കലും ഇനി ഇങ്ങോട്ട് ഇല്ലല്ലേ? അല്ലേടാ? ഇല്ല അമ്മാവൻ വാ. വല്യച്ഛന്റെ മുറിയില് ഇങ്ങനൊരു സാധനം അലക്ഷ്യമായി പോലും കിടക്കില്ല. നിത്യേച്ചി അത്രയ്ക്ക് ശ്രദ്ധിച്ചിരുന്നതല്ലേ? അച്ഛ, നമ്മൾ അബദ്ധം കാണിച്ചു. വെള്ളിച്ചൻ മരിച്ച നിമിഷം തന്നെ നമ്മൾ നമ്മുടെ സംശയങ്ങൾ പറയേണ്ടതായിരുന്നു. ഇനിയിപ്പോ പോലീസിൽ പരാതിപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോടാ? പരാതിപ്പെട്ടാ പോലീസ് അയാളെ വിളിച്ച് ചോദിക്കും. അയാളെ കുറിച്ച് ഇതുവരെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങള് പോലീസിനോട് പറയാലോ. അച്ഛൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? വെള്ളിച്ചന്റെ മരണം വെറുതെ വിടാനാണോ? വെള്ളിച്ചനെ അവൻ കൊന്നാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പറണ്ടോ അച്ഛാ? ശരിയാണ്. അവൻ കാരണം എന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. പക്ഷേ പോലീസുകാർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത്ര വൈകിപ്പോയത് എന്താണെന്നാണ്. മാത്രമല്ല, ഒരു കൊലപാതക തെളിവായിട്ട് ഇതവർ അംഗീകരിക്കൂല. പിന്നെ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നേ? മോളെ, നമുക്ക് സംശയങ്ങളുണ്ട്, അത് സത്യമാണ്. പക്ഷെ അത് ആ കുടുംബത്തിലുള്ളവരോട് പറയണമെങ്കിൽ കൃത്യമായൊരു തെളിവ് നമ്മുടെ അടുത്ത് വേണ്ടേ? അതല്ലേ നല്ലത്. എന്ന് കരുതി വെറുതെ വിടാനോ? അല്ല, മറ്റാരെ തള്ളിക്കളഞ്ഞാലും സുജാതയെ തള്ളിക്കളയാൻ പറ്റില്ല. നിത്യമോൾക്ക് അവരോടുള്ള സ്നേഹം, അവര് നിത്യമോളെ കൊണ്ടു നടക്കുന്ന രീതി ആർക്കും അസൂയ ഉണ്ടാക്കുന്നതാണ്. മക്കളെ, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അത്? അമ്മ ശ്രുതിമോളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് നമ്മുടെ നിത്യമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നമുക്ക് സുജാതയോടും രഘുസാറിനോടും ഇക്കാര്യം പറയാം. അവര് പണ്ടത്തെ പോലെ മകനെ കുറിച്ച് ഒന്നും അറിയാത്തവരൊന്നും അല്ലല്ലോ. അതിനുശേഷം അവര് തീരുമാനിക്കട്ടെ. മകനോടുള്ള അമിത വാത്സല്യം കൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ അവര് തള്ളിക്കളയാണെങ്കിൽ അപ്പൊ നമുക്ക് നമ്മുടെ രീതിയിൽ പോവാം. അവരെ കാണാൻ തനിച്ചു പോകണ്ട, ഞങ്ങളും വരാം. കണക്കുകൾ പറയാം, പരസ്പരം ചോദിക്കാം. പക്ഷെ ഏട്ടന് നമുക്ക് തിരിച്ചു കിട്ടില്ലോടാ. അറിഞ്ഞിട്ടാണോ അറിയാതെയാണോന്ന് അറിയില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ ചേർത്ത് പിടിച്ച ഏട്ടൻ പറഞ്ഞു, നിത്യയ്ക്ക് ചന്ദ്രിക നീ മാത്രം ഉള്ളോടാന്ന്, നോക്കിക്കോളണമെന്ന്. യാത്ര പറച്ചിലാണെന്ന് എനിക്ക് മനസ്സിലായില്ലടാ. അച്ഛാ, മോളെ, നാളെ നിന്റെയും വിവാഹം കഴിയും. നീ മറ്റൊരിടത്തേക്ക് പോകും. പക്ഷെ ഒന്ന് ഓർക്കണം, നീ പോകുന്നിടത്ത് എന്ത് സംഭവിച്ചാലും അത് ഈ അച്ഛനെ അമ്മയെ ഏട്ടനെ അറിയിക്കണം. കാരണം
ഞങ്ങളൊക്കെ കരുതുന്നത് നിങ്ങളൊക്കെ സന്തോഷത്തോടെ കഴിയുന്നുണ്ടെന്നാ. അതിന്റെ സമാധാനത്തില ഓരോ ദിവസവും ഞങ്ങൾ കണ്ണടച്ച് കിടന്നുറങ്ങുന്നത്. അതങ്ങനെയല്ലെന്ന് തിരിച്ചറിഞ്ഞാല് ഏറ്റം പോയ വഴി എല്ലാരും പോ. കേട്ടോടാ മക്കളെ. അച്ഛാ, കണ്ണടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഏതോ ഒരു സ്ഥലത്താക്കപ്പെട്ടതുപോലെ, ശ്വാസത്തിന് വേണ്ടി പടയുന്നത് പോലെ എന്നെ വിളിച്ച് ഉറക്കെ കരയുന്നുണ്ട്. ഈ ബന്ധത്തിൽ നീ കടിച്ചു തൂങ്ങി കിടക്കുകയാണെന്ന് അച്ഛനറിയാം. പക്ഷേ അതിനുവേണ്ടി നീ നിന്റെ ജീവിതം കളയരുത്. ഇത് അവസാനിപ്പിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛൻ നിന്റെ കൂടെ നിൽക്കാം. കഴിച്ചില്ലേ? എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല. എത്ര നേരമായി ഇങ്ങനെ കഴിക്കാതിരിക്കാൻ തുടങ്ങിയിട്ട്? നമുക്കാർക്കും മരണം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ കുട്ടി. നമുക്കും പോകേണ്ട ഒരു സമയമുണ്ട്. അന്ന് നമ്മുടെ യാത്രയും ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കും. അച്ഛന്റെ ആത്മാവ് നീ പട്ടിണി കിടക്കുന്നതും സങ്കടപ്പെടുന്നതും സഹിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.